പൂർണ്ണ കുംഭത്തിലും നിറകതിരിലും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളിലും ധനധാന്യങ്ങളിലും ഭംഗിയുള്ളതും ഐശ്വര്യമുള്ളതും വിലപിടിപ്പുള്ളതും ഒക്കെയും മഹാലക്ഷ്മിയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിത്യവും ആ ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു കുടത്തില് ജലം നിറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് അത് നമ്മുടെ പൂജാ റൂമിൽ വെച്ച് നമ്മൾ പൂജിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ എപ്പോഴും ഐശ്വര്യം, പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ള ധനം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവർക്ക് ആരോഗ്യം, ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി ഇതെല്ലാം നൽകി ആ ഭഗവതി അനുഗ്രഹിക്കും. ഇനി ഈ ജലം എന്ത് ചെയ്യണം എന്ന് പലർക്കും സംശയം ഉണ്ടാവും. അതായത് ഇന്നിപ്പം നമ്മൾ ഈ കുടത്തിൽ വെള്ളം നിറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് പൂജയ്ക്ക് വെച്ചു. അപ്പം നാളെ രാവിലെ ഇത് പൂജാ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ചെടികൾക്ക് ദാനമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിനുള്ള പൂക്കളൊക്കെ നമുക്ക് വൃത്തിയുള്ള സ്ഥലത്ത് ഇടാം. അങ്ങനെ